മറ്റെവിടത്തെക്കാളും ഇവിടെ കാറുകൾക്ക് കൂടുതൽ മൂവ്മെന്റ് ഉണ്ട്. അത് കമ്പനിയെ വളരെയധികം ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. അത് കമ്പനിയുടെ മാത്രം കഴിവല്ല, സാറിന്റെ എഫിഷ്യൻസി, ബ്രില്യൻസ് ആൻഡ് ഡെഡിക്കേഷൻ. താങ്ക്സ്. എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. യെസ്. നാളെയാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ ഡേ. സാറിന് അസൗകര്യമില്ലെങ്കിൽ ചീഫ് ഗസ്റ്റ് ആയിട്ടൊന്ന് വന്നാ. അയ്യോ സോറി, ആൾക്കൂട്ടത്തെ ഫേസ് ചെയ്യുക, പ്രസംഗിക്കുക, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. ആ തന്നെയല്ല, നാളെ നമുക്കൊരു ബിസിനസ് ടൂർ ഉണ്ട്. ഐ വാണ്ട് യു ടു ജോയിൻ മീ. ഷുവർ സർ. ഗുഡ്. ഹലോ. ഹായ്. ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കേറി. ഓൾവേസ് വെൽക്കം. അപ്പോ ഞാനങ്ങോട്ട് ചെല്ലട്ടെ സർ? മലയാളിയാണോ? അതെ. ഹരിയുടെ പുതിയ കാൽവെപ്പ് എങ്ങനെ? കുഴപ്പമില്ല. ഞാന് എന്റെ കാര്യം ഓർക്കായിരുന്നു. ലീല ഗ്രൂപ്പിനോട് പകയും മനസ്സ് വെച്ച് നടന്നു കുറെ കാലം. ഇപ്പൊ എനിക്ക് മനസ്സിലായി അത് അസൂയായിരുന്നു. ഒരു വൻമരത്തിനോട് കുറ്റിച്ചെടിക്ക് തോന്നുന്ന വിവരം കെട്ട അസൂയ. ഇനി ബിസിനസ്സിൽ എനിക്കൊന്ന് തെളിയണം. എനിക്കതിന് ഹരിയുടെ ഉപദേശങ്ങളും സഹായങ്ങളും വേണം. പല പ്ലാനുകളും പദ്ധതികളും മനസ്സിലുണ്ട്. സഹായിക്കണം. എന്തായത്? ഞാനുണ്ട് ശിവന്റെ കൂടെ. മതി, എനിക്കത് മതി. വരട്ടെ ഹരി. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ഗുഡ് ഈവനിങ് സർ. കം ഓൺ. സൂട്ട് കേസ് അവിടെ വെച്ചേക്കൂ, ബാഗ് അപ്പുറത്ത്. ഒരു ലോങ് ജേർണിക്കിടയിലെ ഷോർട്ട് ബ്രേക്ക് അങ്ങനെ കരുതിയാൽ മതി. ഫ്രഷ് ആയിക്കോളൂ. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്നിട്ട് യാത്ര തുടരാം. ഓക്കെ സർ. ಬಂದು ರೂಮ್ ಆಗ ತರ್ತೀನಿ ಅಷ್ಟೇನಾ? ಇನ್ನು ಏನಾದ್ರು സർ, ഇപ്പൊ വരാം. യെസ്, കം ഇൻ. വാവ്, തനിക്ക് എന്തും ചേരും. താങ്ക് യു സർ. ഓ, ഇത്തരം സന്ദർഭങ്ങളിലെങ്കിലും ഈ സാറ് വിളി ഒന്ന് ഒഴിവാക്കൂടെ? ഓക്കെ സർ. പ്ലീസ്. വി ആർ ഹ്യൂമൻ ബീങ്സ്. അതുകൊണ്ട് തന്നെ കൊച്ചു കൊച്ചു കള്ളത്തരങ്ങളും കുസൃതികളും ഒക്കെ ഉണ്ടാവും. ഒന്നും മറച്ചു വെക്കുന്നില്ല. മൈസൂരിലേക്കെന്ന് പറഞ്ഞുള്ള ഈ ബിസിനസ് ടൂർ വേണിയോടൊത്തുള്ള ഈ നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എന്താ, ഞാൻ ചീറ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? എല്ലാം അങ്ങയുടെ തീരുമാനം. എനിക്ക് എന്റെ ഡ്യൂട്ടിയും. എങ്ങും തൊടാതെയുള്ള ഈ മറുപടി എനിക്കിഷ്ടായി. അതിരിക്കട്ടെ, വിവാഹത്തെ കുറിച്ച് വേണിയുടെ ഒപ്പീനിയൻ എന്താണ്? സോറി സർ. നോ പ്രോബ്ലം. ഹായ് ദീപക്, ഹൗ ആർ യു? സോറി, നീ ആരോടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേ. ഞാൻ ഒരാഴ്ചക്കകം അയച്ചു തരാം. ആണോ? ഫൈൻ. ഒരാഴ്ചത്തെ കാര്യമല്ലേ, താമസിക്കാനുള്ള ഇടമൊക്കെ ഞാനിവിടെ ഏർപ്പാട് ചെയ്തോളാം. ഓക്കെ, ബൈ. എന്റെ ഫ്രണ്ടാ ദീപക്, പ്രത്യേക ടൈപ്പാ. ആളിപ്പോ എവിടുന്നാ? ഗോവന്നാ. MCക്ക് നാഷണൽ റാങ്കാ. പക്ഷെ ഒരു കമ്പനിയിലും 6 മാസത്തിൽ കൂടുതൽ ജോലി ചെയ്തതായി അറിവില്ല. ഒരിടത്തും ഉറച്ചു നിൽക്കാത്ത പ്രകൃതം. പോക്കറ്റ് കാലിയാവുമ്പോ എന്നെ വിളിക്കും. കൃത്യമായിട്ട് തിരിച്ചു തരൂ കേട്ടോ. പുള്ളി അടുത്ത ആഴ്ച കാലിക്കറ്റിലേക്ക് വരുന്നുണ്ടെന്ന്. നമുക്കൊരുമിച്ച് കൂടിക്കളയാന്നേ, എന്താ? ഷുവർ. വെൽ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു ഡ്രിങ്ക് ഞാൻ ഓഫർ ചെയ്താൽ? ജസ്റ്റ് ഫോർ മീ. താങ്ക്സ് എ ലോട്ട്. മനപ്പൊരുത്തമില്ലാത്ത 2 പേർ. നരകമാണ് ആ ജീവിതം. പ്ലീസ്. വീട്ടുജോലിക്കൊരു വേലക്കാരി മതി, ഭാര്യ അതല്ലല്ലോ. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ഇന്നേ വരെ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാൾ, ഇൻസ്പയർ ചെയ്യാൻ ഒരാൾ. ഏതൊരു വ്യക്തിയുടെയും വിജയത്തിന്റെ ബേസിക് എലിമെന്റ്സ് അതൊക്കെയാണ്. തെറ്റിദ്ധരിക്കരുത്, എന്റെ ബിസിനസ്സിലും എൻറ്റയർ ലൈഫിലും
വേണിക്കതിന് പറ്റുമോ? വേണിയുടെ മറുപടി അതെന്തു ആവാം. ബട്ട് ഐ നീഡ് യുവർ പ്രസൻസ്. സർ, എനിക്കതിനുള്ള മതി, എനിക്കത് മതി. മോളെ, അയ്യോ, ഇവള് ഉറങ്ങിയോ? മോളെ, ഇവിടെ കിടന്നോട്ടെ എടുത്തി. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ നിനക്ക്? മോളെ, പണ്ടൊക്കെ ഇവളുടെ കാര്യം ഇതിലേറെ കഷ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ അച്ഛനുണ്ട്, ഞാനുണ്ട്, ഇവിടെ മക്കളും ജോലിക്കാരും ഒക്കെ ഉണ്ടല്ലോ. അന്നൊക്കെ ഞാനും അച്ഛനും ഓരോരോ വഴിക്കാ. ഈ വലിയ വീട്ടിൽ ഇവിടെ ഒറ്റയ്ക്ക് പേടിച്ച് മിണ്ടാതിരിക്കും പാവം. നാടൊട്ടൊക്കെ ഓടി നടക്കുന്നവരാ ബിസിനസ്സുകാര്. എപ്പോഴും വീട്ടിലിരിക്കാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് വിഷമമൊന്നുമില്ല ഏട്ടാ. അത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഭയങ്കര ധൈര്യക്കാരിയാണെന്ന്. ഇനി മുതല് നീ ഹരിയില്ലാത്ത ദിവസം രേവതിക്ക് കൂട്ടുകിടക്കും. ഇല്ലെങ്കിൽ അമേരിക്കയിൽ നമ്മളെ തമാശക്കാരൻ അച്ഛൻ വിളിക്കുമ്പോൾ പറയും എന്നെ ആരും നോക്കുന്നില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ. ഏതായാലും നീ ഇന്നിവിടെ കിടന്നോ. അതൊന്നും വേണ്ട ഏട്ടാ, മോൾ ഇവിടെ കിടന്നോട്ടെ. ആയിക്കോട്ടെ, കുറച്ചു നേരം സംസാരിച്ചിരിക്കും. എടുത്തേക്ക് ഇഷ്ടായോ നോക്കിയേ, ഹരിയേട്ട മൈസൂരിന്ന് കൊണ്ടുവന്നതാ. ഓ, നന്നായിട്ടുണ്ട്. ഇതും അസലായിട്ടുണ്ട് കേട്ടോ. എന്തോ എനിക്കിപ്പോ ഇതൊന്നും ചേരില്ല എന്നൊരു തോന്നല്. എടുത്തിട്ട് ഈ വേഷങ്ങളാ എനിക്കിഷ്ടം. പിന്നെ ഹരിയേട്ടൻ നിർബന്ധം പിടിച്ചപ്പോ ഇട്ടുന്നേ ഉള്ളൂ. അതന്നെ വേണ്ടത് മോളെ. മിന്നു കെട്ടിയ പുരുഷന്റെ കാൽച്ചോട്ടിലാ നമ്മുടെ സ്വർഗം. അവരുടെ ഇഷ്ടങ്ങളായിരിക്കണം നമ്മുടെ ഇഷ്ടം. ഹരിയുടെ വരവോടെ എന്റെ അപ്പുവിന്റെ ഭാരം ഒന്ന് കുറഞ്ഞു കിട്ടി. അതെ, അതുകൊണ്ട് മംഗലാപുരത്തെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പൂന് ശ്രദ്ധിക്കാനും പറ്റുന്നുണ്ട്. ഇനിയിപ്പൊ കണ്ണടഞ്ഞു പോയാലും എനിക്ക് സന്തോഷേ ഉള്ളൂ. അതെന്താ? വന്ന് കയറുന്ന പെൺകുട്ടിയെ ആശ്രയിച്ചിരിക്കും ഒരു കുടുംബത്തിലെ ഐക്യം. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ അത്? 2 തല ചേർന്നാലും 4 മതി മതി മതി. തനിക്ക് ഈ ജാതി പഴഞ്ചൊല്ലുകളൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല രസല്ലേ? ചോദിച്ചോണ്ട് പറഞ്ഞതല്ലേ. അതെ അതെ. എന്താ മക്കളെ, നിങ്ങളുടെ സ്കൂള് പൂട്ടിയോ? ഞങ്ങളുടെ സ്കൂളല്ല, അച്ഛന്റെ സ്കൂൾ അമ്മ പൂട്ടിച്ചു. മീനാക്ഷി, ഞാൻ പറയുന്നത് ഞാനേ പോയി വെഞ്ചാമരം എടുത്തോണ്ട് വരും. അല്ല, വിശറി എടുത്തോണ്ട് വരും. താനിവിടെ നിക്കണം. നിന്ന് മോങ്ങാത്ത കാര്യം പറ. എന്നാ പിന്നെ തുറക്ക്. അച്ഛാ, പെട്ടിയിലൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണോ പെട്ടി? പെട്ടിന്നാ പറഞ്ഞത്. അവനവന്റെ പേര് അശരീരി കേൾക്കുക. തുറക്ക് തുറക്ക് തുറക്ക്, കാണട്ടെ. ടൂറിസം പരിപാടിയായി വൈത്തിരിയിലേക്ക് പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ മിനിഞ്ഞാന്ന്. ഇന്നലെ നമ്മുടെ ഡ്രൈവർ വേലാതെ വിളിച്ചപ്പോ പറയാ ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ പെണ്ണുങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. തെക്കോട്ടാണെന്ന് പറയും, വടക്കോട്ട് എന്ന് ലാൻഡ് ചെയ്യും. ആണോടോ? ആരോടാ? തന്നോട് തന്നെയാ ചോദിച്ചത്. അതെ, വൈത്തിരി പോയി വരുന്ന വഴി ചെറുതുരുത്തി വഴി തിരിഞ്ഞ് വൈത്തിരി മനുഷ്യനെ മനക്കെടുത്താൻ താൻ മിണ്ടി പോവരുത്. താൻ ഒരുത്തം കാരണം എങ്ങനെയൊക്കെ ഉണ്ടായത്. അതെ അതെ, തുറക്കടി. അത് വാങ്ങി തുറക്കടോ. കാലൊന്നും പിടിക്കണ്ട. അയ്യേ, കാല് പിടിക്കാനല്ല, പെട്ടി തുറക്കാനാ. ഇങ്ങോട്ട് തന്നെ. ഇത് കണ്ടോ? ഇത് ഏതൊരുമ്പട്ടോൾക്ക് കൊടുക്കാനെന്ന് ചോദിക്കച്ചാ. എന്താടോ ഇതൊക്കെ? ഇത് ആർക്ക് വാങ്ങിയതാ നീ? ടൂറിസത്തിന്. അവള് നിന്റെ ആരാ? നാട്ടുകാരുടെ മുഴുവനാ. നിർത്തടോ. ഇതാ കുഴപ്പം. എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് എടുത്തു കടന്ന ഇവളുടെ ഈ സ്വഭാവം അച്ഛനിൽ നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. എന്റെ സ്വഭാവം എന്റെ മോൾക്കല്ലാതെ പിന്നെ. കണ്ടോ 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 കണ്ടോ, തെറ്റിദ്ധരിച്ചു. അച്ഛാ, ഒരു മിനിറ്റ്. ഈ പെട്ടി തുറന്നതുപോലെ ഞാൻ എന്റെ മനസ്സൊന്ന് തുറന്നോട്ടെ. ഇത് കലാമണ്ഡലത്തിൽ പോയി വിദഗ്ധരുമായി ചർച്ച നടത്തി കഷ്ടപ്പെട്ട് രൂപകൽപ്പന ചെയ്ത കേരളീയ സങ്കര സംസ്കാരമാണ്. മനസ്സിലായില്ല. പറയാം. ഇത് വൈത്തിരിയിലെ റിസോർട്ടിലെ ഊഞ്ഞാലുകളിൽ സായിപ്പന്മാരുടെ മുമ്പിൽ പുളകം കൊണ്ടാടാനുള്ളതാണ് ഈ വേഷം. കണ്ടോ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. കഥകളി കാണണമെന്നുണ്ടെങ്കിൽ ഓക്കെ, മോഹിനിയാട്ടം ആസ്വദിക്കണമെങ്കിൽ ഒന്നുമില്ല, ഇതങ്ങ് പൊക്കിയാ മതി. അടിങ്കി അടിങ്കി. ഇനി അതല്ല, കാബ്രയാണ് കാണണമെങ്കിൽ ഇങ്ങനെ ഒരു ചാട്ടം. നിർത്തടോ, നിർത്താൻ. മോളെ, എന്താ അച്ഛാ? ദേഹോപദ്രവം തുടങ്ങിയോ? ഇതുവരെ ഇല്ലച്ചാ.
ഗണപതി ഞാനാണ് കുറ്റക്കാരൻ. ഞാനാണല്ലോ ഈ കലാരൂപത്തിന് ഇങ്ങോട്ട് കയറ്റിയത്. അപ്പു മംഗലാപുരത്ത് പോയത് നിങ്ങളുടെ നല്ല കാലം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് പുറം പൂച്ചുകളിലും ഭംഗിവാക്കുകളിലും ഒന്നുമല്ല. അത് മനസ്സിന്റെ സത്യത്തിലാ. സ്നേഹവും സത്യവുമുള്ള ഒരു കുടുംബജീവിതം ഇല്ലെങ്കിൽ പിന്നെ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ട് എന്തിനാടോ? ഭാര്യ ഭർത്താവിനെ സംശയിക്കുക, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുക, ഇതൊന്നും കുടുംബത്തിൽ പിറന്നവർക്ക് പറഞ്ഞതല്ല. എന്ന് ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ പറ്റുമോ അന്ന് എന്നെ വന്ന് കണ്ടാ മതി രണ്ടാളും. ശരി, കുട്ടികൾ കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ല? അതല്ലടി കുടുംബജീവിതത്തിന്റെ ഒരു വലിയ പോയിന്റ്. എന്താ പിന്നെ തുടങ്ങിയ നീ? അയ്യോ അതല്ല, വെറുതെ.